നമസ്കാരം. നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് കുട്ടികളുടെ വളർച്ചയിലെ, പ്രത്യേകിച്ചും ഈ 6 മുതൽ 12 വയസ്സ് വരെയുള്ള ഒരു കാലഘട്ടത്തെക്കുറിച്ചാണ്. അതെ, പ്രൈമറി സ്കൂൾ കാലം. ഒരുപാട് മാറ്റങ്ങൾ വരുന്ന സമയം അല്ലെ? അവർ കുറച്ചുകൂടി വലുതാവുന്നു, കൂട്ടുകാരുമായിട്ടൊക്കെ കൂടുതൽ അടുക്കുന്നു. അതെ, അതോടൊപ്പം തന്നെ പുതിയ ചില വെല്ലുവിളികളും വരും. അപ്പോൾ രക്ഷിതാക്കൾ എന്ന നിലയ്ക്ക് നമുക്കവരെ എങ്ങനെ നന്നായി സപ്പോർട്ട് ചെയ്യാം, അതാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ശരിയാണ്. ഈ പ്രായത്തിലെ അനുഭവങ്ങൾ ശരിക്കും അവരുടെ പിന്നീടുള്ള ജീവിതത്തെ ഒരുപാട് സ്വാധീനിക്കും. ഞാനിങ്ങനെ നോക്കുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിവരങ്ങളുണ്ട്. പല ലേഖനങ്ങൾ, ചില പഠനങ്ങൾ, യൂണിസെഫ്, ന്യൂമോഴ്സ് കിഡ്സെൽ പോലുള്ള ഏജൻസികളുടെ നിർദ്ദേശങ്ങൾ, പിന്നെ ഈ ഓൺലൈൻ പാരന്റിംഗ് ഗ്രൂപ്പുകളിലെ ചർച്ചകൾ വരെ. ഓ, ധാരാളമുണ്ട്. അപ്പോൾ ഇതിൽ നിന്നെല്ലാം ഏറ്റവും പ്രധാനപ്പെട്ട, നിങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന കാര്യങ്ങൾ എടുത്ത് അവതരിപ്പിക്കുക. അതാണ് ഇന്നത്തെ നമ്മുടെ ഒരു ശ്രമം. അതായത് ഒരു ആഴത്തിലുള്ളൊരു നോട്ടം അല്ലേ? അതെ, നമ്മൾ കുട്ടികളുടെ സാമൂഹിക കഴിവുകൾ, പിന്നെ ഈ ഉത്തരവാദിത്ത ബോധം, ആത്മാഭിമാനം, അങ്ങനെയുള്ള കാര്യങ്ങളും, അതോടൊപ്പം ഹോംവർക്ക്, കൂട്ടുകാരുടെ സമ്മർദ്ദം, അത്തരം വെല്ലുവിളികളും എല്ലാം ഒന്ന് വിശദമായിട്ട് തന്നെ പരിശോധിക്കും. നല്ലത്. ഈ പറയുന്ന കാര്യങ്ങൾ കുട്ടികളെ ശരിയായ രീതിയിൽ വളർത്താൻ, അല്ലെങ്കിൽ അവർക്ക് വേണ്ടൊരു പിന്തുണ കൊടുക്കാൻ നിങ്ങളെ സഹായിക്കുമെന്ന് തന്നെ കരുതാം. അവരുടെ ഒരു കഴിവുകളൊക്കെ വളർത്തിയെടുക്കാനുള്ള ചില വഴികൾ നമുക്ക് നോക്കാം. എങ്കിൽ തുടങ്ങാം അല്ലേ? ഈ സാമൂഹികവും വൈകാരികവുമായ വളർച്ചയ്ക്ക് ഏറ്റവും അടിസ്ഥാനം, ഫൗണ്ടേഷൻ എന്താണ്? പലയിടത്തും ഒരേ കാര്യം തന്നെ പറയുന്നതായിട്ട് കാണുന്നുണ്ട്. അത് മറ്റൊന്നുമല്ല, നിങ്ങളും കുട്ടിയും തമ്മിലുള്ളൊരു ഊഷ്മളമായ ബന്ധം. അതാണ് ഏറ്റവും പ്രധാനം. റേസിംഗ് ചിൽഡ്രൻ നെറ്റ്വർക്ക് ആയാലും യൂണിസെഫ് ആയാലും എല്ലാവരും ഇത് അടിവരയിട്ട് പറയുന്നുണ്ട്. ശരിയാണ്. ആ ഒരു ബന്ധമാണ് ശരിക്കും കുട്ടികൾക്കൊരു സുരക്ഷിതത്വം കൊടുക്കുന്നത്. ഈ ഊഷ്മളമായ ബന്ധം അല്ലെങ്കിൽ ക്വാളിറ്റി ടൈം എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോഴത്തെ തിരക്കിനിടയിൽ അതെങ്ങനെ പ്രായോഗികമാക്കാം? അതൊരു വെല്ലുവിളിയല്ലേ പലർക്കും? ആണ്, അതൊരു വെല്ലുവിളി തന്നെയാണ്. പക്ഷേ ഈ ക്വാളിറ്റി ടൈം എന്ന് പറഞ്ഞാൽ ഒരുപാട് മണിക്കൂറുകൾ അങ്ങനെ വേണമെന്നില്ല. ഓഹോ. ദിവസവും കുറച്ച് സമയം, ഒരു 10-15 മിനിറ്റ്. പക്ഷേ ആ സമയം പൂർണ്ണമായും അവർക്ക് വേണ്ടി മാറ്റിവെക്കണം. ഫോണോ ടിവിയോ അതൊന്നുമില്ലാതെ. അവർ പറയുന്നതൊന്ന് ശ്രദ്ധിച്ചു കേൾക്കുക, അവരോടൊപ്പം എന്തെങ്കിലും ചെറിയ കളികളോ മറ്റോ കളിക്കുക, അല്ലെങ്കിൽ വെറുതെ സംസാരിച്ചിരിക്കുക. ഓരോ കുട്ടിയുമായിട്ട് തനിച്ചും കുറച്ച് സമയം കിട്ടിയാൽ അത് വളരെ നല്ലതാണ്. അതായത് നമ്മുടെ മുഴുവൻ ശ്രദ്ധയും ആ സമയത്ത് കുട്ടിക്ക് കിട്ടണം. അതാണ് പ്രധാനം. അതേ, അതാണ് പ്രധാനം. അത്തരം നിമിഷങ്ങളാണ് കുട്ടികൾക്ക് ഞാൻ സേഫാണ്, എന്റെ അച്ഛനും അമ്മയും എന്റെ കൂടെയുണ്ട് എന്നൊരു തോന്നലുണ്ടാക്കുന്നത്. ആ ഒരു സുരക്ഷിതത്വബോധം, അതാണ് പിന്നെ ആത്മവിശ്വാസമായിട്ടൊക്കെ വളരുന്നത്. നെമൂഴ്സ്, റേസിംഗ് ചിൽഡ്രൻ നെറ്റ്വർക്കൊക്കെ ഇത് പറയുന്നുണ്ട്. ഈ ആശയവിനിമയം നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? പോസിറ്റീവായിരിക്കണം എന്നൊക്കെ പറയുമ്പോൾ ഒന്ന്, അവർ പറയുന്നത് നമ്മൾ ശരിക്കും ശ്രദ്ധയോടെ കേൾക്കണം. ആക്റ്റീവ് ലിസ്ണിംഗ് എന്ന് പറയില്ലേ? വെറുതെ കേൾക്കുകയല്ല, അവരെ ശരിക്കും എന്താണ് ഉദ്ദേശിക്കുന്നത്, അവരുടെ ഫീലിംഗ്സ് എന്താണ് എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. എന്നിട്ട് അതിനോട് പ്രതികരിക്കുക. റിഫ്ലക്റ്റീവ് ലിസ്ണിംഗ് എന്നും പറയാം. ഉദാഹരണത്തിന്, ഇപ്പൊ കുട്ടി വന്നിട്ട് എന്റെ ഫ്രണ്ട് എന്നോട് മിണ്ടിയില്ല എന്ന് വിഷമിച്ചു പറഞ്ഞാൽ, ഓ, കൂട്ടുകാരൻ മിണ്ടാത്തതുകൊണ്ട് മോൻമോൾക്ക് വിഷമമായിയല്ലേ എന്ന് തിരിച്ചു ചോദിക്കുന്നത്. അപ്പോൾ അവർക്ക് തോന്നും, എന്റെ വിഷമം ഇവർക്ക് മനസ്സിലാവുന്നുണ്ടെന്ന്. ശരി ശരി. പിന്നെ നമ്മൾ സംസാരിക്കുമ്പോൾ അത് വ്യക്തമായിരിക്കണം, ലളിതമായ ഭാഷ ഉപയോഗിക്കണം. കുട്ടിയുടെ പ്രായം നോക്കിയിട്ട് വേണം സംസാരിക്കാൻ. ഇനി കുട്ടിയുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുപറ്റിയാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും മോശം പെരുമാറ്റം ഉണ്ടായാൽ, അപ്പം നമ്മൾ ദേഷ്യപ്പെടാതെ എങ്ങനെ അത് കൈകാര്യം ചെയ്യും? അത് കുറച്ച് പാടാണ്, ശരിയാണ്. പക്ഷെ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം, കുട്ടിയെ മൊത്തത്തിൽ കുറ്റപ്പെടുത്താതിരിക്കുക. നീ എപ്പോഴും ഇങ്ങനെയാ, നിനക്കൊരു ശ്രദ്ധയുമില്ല എന്നൊക്കെ പറയുന്നതിന് പകരം അവരുടെ ആ ഒരു പ്രവൃത്തിയെക്കുറിച്ച് മാത്രം സംസാരിക്കുക. യൂണിസെഫൊക്കെ ഇത് എടുത്തു പറയുന്നുണ്ട്. മോൻ ഹോംവർക്ക് ചെയ്യാതിരുന്നത് ശരിയായില്ല, അല്ലെങ്കിൽ ആ കളിപാട്ടം അവിടെ എറിഞ്ഞാൽ അത് കേടാവും, എടുത്തുവെക്കണം എന്ന് പറയാം. വ്യക്തിയെ അല്ല, പെരുമാറ്റത്തെയാണ് നമ്മൾ അഡ്രസ് ചെയ്യേണ്ടത്. അതോടൊപ്പം തന്നെ ഈ സ്നേഹം പ്രകടിപ്പിക്കുക, അഭിനന്ദിക്കുക, അതൊക്കെ പ്രധാനമാണെന്ന് കേട്ടിട്ടുണ്ട്. SPCC, ഓബ്ജിഗൈൻ, ഹെൽത്ത് പ്ലസ് ഒക്കെ അത് പറയുന്നുണ്ടല്ലേ? ഓ, തീർച്ചയായും വളരെ പ്രധാനമാണ്. ചെറിയ ചെറിയ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇത് നന്നായിട്ടുണ്ടല്ലോ എന്ന് പറയുന്നത്, അവരെ ഒന്ന് കെട്ടിപ്പിടിക്കുന്നത്, ഉമ്മ കൊടുക്കുന്നത്, ഇതൊക്കെ അവരുടെ മാനസികാരോഗ്യത്തിന് നല്ലതാണ്. ഞാൻ സ്നേഹിക്കപ്പെടുന്നുണ്ട്, എന്റെ വീട്ടുകാർക്ക് എന്നെ ഇഷ്ടമാണ്
എന്നൊരു ഫീലിംഗ് അവർക്ക് കിട്ടും. അപ്പോ ഈയൊരു നല്ല ബന്ധം അതാണ് അടിത്തറ. ഇനി അടുത്തതായിട്ട് ഈ പ്രായത്തിൽ അവർക്ക് വേണ്ട ചില ജീവിത നൈപുണ്യങ്ങൾ, സ്കിൽസ്, അത് വളർത്തിയെടുക്കുന്നതിനെക്കുറിച്ച് സംസാരിക്കാം. സോഷ്യൽ സ്കിൽസ്, സാമൂഹിക കഴിവുകൾ, അതെങ്ങനെ നമുക്ക് സഹായിക്കാൻ പറ്റും? സാമൂഹിക കഴിവുകൾ പഠിപ്പിക്കാൻ ഏറ്റവും നല്ല വഴിയെന്ന് പറയുന്നത് കളികളാണ്. പിന്നെ മറ്റു കുട്ടികളുമായിട്ട് ഇടപഴകാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കുക. പോസിറ്റീവ് ആക്ഷൻ പോലുള്ള ചില പ്രോഗ്രാമുകളൊക്കെ ഇതിന് നല്ല ഊന്നൽ കൊടുക്കുന്നുണ്ട്. മറ്റുള്ളവരുടെ വികാരങ്ങൾ മനസ്സിലാക്കാനും സ്വന്തം വികാരങ്ങൾ പ്രകടിപ്പിക്കാനും പഠിക്കുന്നത് പ്രധാനമാണല്ലേ? വളരെ പ്രധാനം. അതിനു പറ്റിയ കളികളുണ്ട്. ഇമോഷൻ ഷൊറാട്സ് എന്നൊരു കളിയുണ്ട്. അതെങ്ങനെയാ? ഓരോരുത്തർ ഓരോ വികാരം, സന്തോഷം, സങ്കടം, ദേഷ്യം അങ്ങനെയുള്ളത് അഭിനയിച്ച് കാണിക്കുക. മറ്റുള്ളവർ അത് ഏതാണെന്ന് പറയണം. രസകരമാണ്, കുട്ടികൾക്കിഷ്ടപ്പെടും. അതുപോലെ മറ്റൊരാളുടെ കണ്ണിൽ നോക്കി സംസാരിക്കാൻ പഠിപ്പിക്കാൻ സ്റ്റെയറിംഗ് കോണ്ടസ്റ്റൊക്കെ നല്ലതാണ്. സിമ്പിളാണെങ്കിലും കാര്യം നടക്കുമല്ലേ? അതെ. പിന്നെ ഈ ഊഴം കാത്തിരിക്കാൻ പഠിക്കുന്ന കളികൾ, റോൾ ദ ബോൾ, നിർദ്ദേശങ്ങൾ അനുസരിക്കാൻ പഠിക്കുന്നത് സൈമൺ സേസ്, ഒരുമിച്ച് കഥകളുണ്ടാക്കുന്നത് ഇംപ്രൊവൈസേഷണൽ സ്റ്റോറീസ്, ഇതൊക്കെ സഹായകമാണ്. ഈ ബിൽഡിംഗ് ബ്ലോക്കുകൾ വെച്ചുള്ള കളികള്, ടീമായിട്ടുള്ള സ്പോർട്സ്, ഇതൊക്കെ സഹകരണ മനോഭാവം കൂട്ടാൻ സഹായിക്കും, ശരിയല്ലേ? ഈ പ്രായത്തിൽ കൂട്ടുകാരെ ഉണ്ടാക്കാനും ആ സൗഹൃദം നിലനിർത്താനും എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ അത് സമാധാനപരമായി പരിഹരിക്കാനും പഠിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതെ, ഈ കളികളിലൂടെയൊക്കെ അവർ അറിയാതെ തന്നെ പല കാര്യങ്ങളും പഠിക്കുകയാണ്. പങ്കുവയ്ക്കാൻ, വിട്ടുവീഴ്ച ചെയ്യാൻ, മറ്റൊരാൾ പറയുന്നത് കേൾക്കാൻ ഒക്കെ. ഇനി ഇതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് ഉത്തരവാദിത്വബോധം, റെസ്പോൺസിബിലിറ്റി. സ്വന്തം കാര്യങ്ങൾ ചെയ്യാനും മറ്റുള്ളവരോടൊരു ഉത്തരവാദിത്വത്തോടെ പെരുമാറാനും കുട്ടികളെ എങ്ങനെയാണ് പഠിപ്പിക്കുക? അതിന് ചില ഘട്ടങ്ങളൊക്കെയുള്ളൊരു രീതിയുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ടൂൾസ് ഫോർ സക്സസ് എന്നോ മറ്റോ ഉണ്ട്. ഒരു 5 സ്റ്റെപ്പ് പ്രോസസ്സാണ് സാധാരണയായി പറയാറ്. 1. ഇൻപുട്ട്, അതായത് എന്ത് ജോലിയാണ് ഏറ്റെടുക്കാൻ താൽപ്പര്യമെന്ന് കുട്ടിയോട് ചോദിക്കുക. അവർക്ക് തിരഞ്ഞെടുക്കാൻ അവസരം കൊടുക്കുന്നത് നല്ലതാണ്. ശരി. 2. ടീച്ച്, ആ ജോലി എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വ്യക്തമായി പഠിപ്പിക്കുക. വേണമെങ്കിൽ നമ്മളും കൂടെ ചേർന്ന് ആദ്യം ചെയ്യാം. 3. പ്രാക്ടീസ്, അവർക്ക് തനിയെ ചെയ്യാൻ അവസരം കൊടുക്കുക. തെറ്റുകളൊക്കെ പറ്റും, അത് സാരമില്ലെന്ന് പറയണം. 4. സപ്പോർട്ട്, അവർക്ക് എവിടെയെങ്കിലും സഹായം വേണമെങ്കിൽ നമ്മൾ കൂടെ നിൽക്കണം. പക്ഷേ അവർക്ക് വേണ്ടി മുഴുവൻ ജോലി നമ്മൾ ചെയ്യരുത്. 5. റെക്കഗ്നൈസ്, അവരുടെ ആ ഒരു ശ്രമത്തെ അംഗീകരിക്കുക. ഫലം ചിലപ്പോൾ പെർഫെക്റ്റ് ആയിരിക്കില്ല, എന്നാലും നീ ഇത് ചെയ്യാൻ നോക്കിയല്ലോ, അത് നന്നായി എന്ന് പറയുന്നത് അവർക്ക് പ്രോത്സാഹനമാകും. പ്രായത്തിനനുസരിച്ചുള്ള ചെറിയ ജോലികൾ കൊടുക്കുന്നത് ഇതിന്റെ ഭാഗമാണോ? വീട്ടുജോലികളിൽ സഹായിക്കുക, റൂം വൃത്തിയാക്കുക, അല്ലെങ്കിൽ ഹോംവർക്ക് കറക്റ്റായിട്ട് ചെയ്യുക, അങ്ങനെയൊക്കെ. സ്കോളാസ്റ്റിക്, ഗോൾഡൻ ബി പോലുള്ള സൈറ്റുകളിലൊക്കെ കാണാറുണ്ട്. തീർച്ചയായും. സ്വന്തം സാധനങ്ങൾ, കളിപ്പാട്ടങ്ങൾ, പുസ്തകങ്ങൾ ഒക്കെ സൂക്ഷിക്കുക. സ്വന്തം വൃത്തി ശ്രദ്ധിക്കുക, പല്ല് തേക്കുക, കുളിക്കുക, കൊടുത്ത വാക്ക് പാലിക്കുക, കൂട്ടുകാരോടും വീട്ടുകാരോടും നല്ല രീതിയിൽ പെരുമാറുക. എന്തെങ്കിലും തെറ്റുപറ്റിയാൽ സോറി പറയാനും അത് തിരുത്താനും ശ്രമിക്കുക. ഇതൊക്കെ ഉത്തരവാദിത്വബോധത്തിന്റെ ഭാഗമാണ്. ഇത് കുട്ടികൾക്ക് ഒരു സ്വാതന്ത്ര്യബോധം കൊടുക്കും, അല്ലേ? സ്വന്തമായി കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്നൊരു തോന്നൽ. അതെ, ഇൻഡിപെൻഡൻസ്, കോമ്പിറ്റൻസ് എന്നൊക്കെ പറയും. SCPC, സ്കോളാസ്റ്റിക് ഒക്കെ ഇത് എടുത്തു പറയുന്നുണ്ട്. ഇനി അടുത്ത പ്രധാനപ്പെട്ട കാര്യം ആത്മാഭിമാനം, സെൽഫ് എസ്റ്റീം. കുട്ടികൾക്ക് അവരെക്കുറിച്ച് തന്നെ ഒരു നല്ല മതിപ്പുണ്ടാകുന്നത് വളരെ പ്രധാനമാണല്ലോ. അത് വെല്ലുവിളികളെ നേരിടാനൊക്കെ സഹായിക്കും. അതിനെന്താ ചെയ്യാൻ പറ്റുക? അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം, നമ്മളെ കുട്ടികളെ പുകഴ്ത്തുമ്പോൾ അവരുടെ ബുദ്ധിയെയോ കഴിവിനെയോ സ്ഥിരമായി പുകഴ്ത്തുന്നതിനു പകരം അവരുടെ ശ്രമത്തെയും അവർ നേടുന്ന പുരോഗതിയെയും അഭിനന്ദിക്കുക എന്നതാണ്. അത് തമ്മിൽ എന്താണ് വ്യത്യാസം? നീ മിടുക്കനാണെന്ന് പറയുന്നതും നീ നന്നായി ശ്രമിച്ചു എന്ന് പറയുന്നതും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. എപ്പോഴും നീ മിടുക്കനാണ്, നീ മിടുക്കിയാണ് എന്ന് കേട്ടു വളരുന്ന ഒരു കുട്ടി ചിലപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം വരുമ്പോൾ അത് ചെയ്യാൻ മടിക്കും. കാരണം ഞാൻ മിടുക്കനല്ല എന്ന് മറ്റുള്ളവർ വിചാരിച്ചാലോ എന്നൊരു പേടി വരാം. ഓ, ശരിയാണ്. എന്നാൽ നീ ഈ കണക്ക് ചെയ്യാൻ ഒരുപാട് കഷ്ടപ്പെട്ടല്ലോ, കഴിഞ്ഞ തവണത്തേക്കാൾ നന്നായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ആ കുട്ടിക്ക് മനസ്സിലാവുന്നത്, ഞാൻ ശ്രമിച്ചാൽ എനിക്ക് മെച്ചപ്പെടാൻ പറ്റും എന്നാണ്. ഇതിനെ ഗ്രോത്ത് മൈൻഡ് സെറ്റ് എന്ന് പറയും. അതായത് കഴിവുകൾ ജന്മനാ ഉള്ളത് മാത്രമല്ല,
നമുക്ക് പരിശ്രമത്തിലൂടെ വളർത്തിയെടുക്കാൻ പറ്റും എന്നൊരു വിശ്വാസം. അപ്പോ ഫലത്തേക്കാൾ കൂടുതൽ ആ പ്രോസസ്സിനെ, ആ ശ്രമത്തെ അഭിനന്ദിക്കുക. അതെ, അതവരെ പുതിയ കാര്യങ്ങൾ ശ്രമിക്കാനും വെല്ലുവിളികൾ ഏറ്റെടുക്കാനും കൂടുതൽ ധൈര്യം കൊടുക്കും. പിന്നെ അവരുടെ താൽപ്പര്യങ്ങൾ എന്താണെന്ന് കണ്ടെത്താൻ സഹായിക്കുക, അതിൽ കഴിവ് നേടാൻ പ്രോത്സാഹിപ്പിക്കുക. തെറ്റുകൾ പറ്റുന്നത് പഠനത്തിന്റെ ഭാഗമാണെന്നവരെ മനസ്സിലാക്കുക. മറ്റുള്ളവരെ സഹായിക്കാൻ പ്രേരിപ്പിക്കുന്നതും അവരിലൊരു നല്ല ഫീലുണ്ടാക്കില്ലേ? തീർച്ചയായും. ചെറിയ കാര്യങ്ങളാണെങ്കിൽ പോലും വീട്ടിൽ സഹായിക്കുക, അല്ലെങ്കിൽ കൂട്ടുകാർക്ക് എന്തെങ്കിലും ആവശ്യം വന്നാൽ സഹായിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ എന്നെക്കൊണ്ടും മറ്റുള്ളവർക്കൊരു ഉപകാരമുണ്ട് എന്നൊരു തോന്നൽ വരും. അതവരുടെ സെൽഫ് എസ്റ്റീം കൂട്ടും. ഓക്കെ. അപ്പോ ഈ കഴിവുകളൊക്കെ വളർത്തുന്നതിനോടൊപ്പം ചില സാധാരണ പ്രശ്നങ്ങളും നമ്മൾ നേരിടേണ്ടി വരും. അതിലൊന്നാണ് ഹോംവർക്ക്. മിക്കവാറും എല്ലാ വീട്ടിലെയും ഒരു സ്ഥിരം പരാതിയാണ്. കുട്ടികളെ എങ്ങനെ ഹോംവർക്ക് ചെയ്യാൻ സഹായിക്കാം? ഹോംവർക്കിന്റെ കാര്യത്തിൽ പ്രധാനമായും വേണ്ടത് ഒരു ചിട്ടയാണ്. സ്കോലാസ്റ്റിക്കൊക്കെ പറയുന്നത് പോലെ ദിവസവും ഹോംവർക്ക് ചെയ്യാനായിട്ട് ഒരു സമയം കണ്ടെത്തണം. അത് എപ്പോഴാണ് നല്ലതെന്ന് കുട്ടിയുമായി ആലോചിച്ച് തീരുമാനിക്കാം. സ്കൂൾ വിട്ടുവന്ന ഉടനെയോ അതോ കുറച്ച് കളിച്ചിട്ടോ? പിന്നെ പഠിക്കാനായിട്ട് ശാന്തമായൊരിടം വേണം. ടിവിയോ ബഹളങ്ങളോ ഒന്നും ശല്യപ്പെടുത്താത്തൊരിടം. വേണ്ട സാധനങ്ങളെല്ലാം അവിടെ ഉണ്ടാവണം. പെൻസിൽ, റബ്ബർ, ബുക്കൊക്കെ. ചിലപ്പോ ഒരുപാട് ഹോംവർക്ക് ഉണ്ടാവും. അപ്പൊ കുട്ടികൾക്ക് മടുക്കും. അതെങ്ങനെ കൈകാര്യം ചെയ്യാം? അത് ശരിയാണ്. വലിയൊരു വർക്ക് കാണുമ്പോൾ തന്നെ അവർക്കൊരു മടുപ്പ് തോന്നും. അപ്പോൾ അതിനെ ചെറിയ ചെറിയ ഭാഗങ്ങളായിട്ട് തിരിക്കുക. ആദ്യം ഇത് ചെയ്യാം, എന്നിട്ടൊരു 5 മിനിറ്റ് ബ്രേക്ക് എടുക്കാം, പിന്നെ അടുത്ത ഭാഗം ചെയ്യാം. അങ്ങനെ പറയുന്നത് നല്ലതാണ്. വായനയുടെ കാര്യവും ഓർക്കണമല്ലോ അല്ലേ? ഓ, തീർച്ചയായും. ഹോംവർക്കില്ലെങ്കിൽ പോലും ദിവസവും കുറച്ചുനേരം എന്തെങ്കിലും വായിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നത് വളരെ നല്ലതാണ്. അത് കഥാപുസ്തകമോ അവർക്കിഷ്ടമുള്ള എന്തെങ്കിലുമോ ആകാം. ഭാഷ നന്നാവാനും ഭാവന കൂടാനുമൊക്കെ അത് സഹായിക്കും. ഇവിടെ രക്ഷിതാക്കളുടെ റോൾ എന്തായിരിക്കണം? നമ്മൾ കൂടെ ഇരുന്ന് എല്ലാം ചെയ്തു കൊടുക്കണോ? അയ്യോ, അതൊരിക്കലും ചെയ്യരുത്. നമ്മളൊരു സഹായി മാത്രമാണ്. അവർക്ക് സംശയമുണ്ടെങ്കിൽ പറഞ്ഞുകൊടുക്കാം, അവർ ചെയ്യുന്നതിൽ താൽപ്പര്യം കാണിക്കാം, പ്രോത്സാഹിപ്പിക്കാം. പക്ഷെ ഉത്തരങ്ങൾ പറഞ്ഞുകൊടുക്കാനോ അവർക്ക് വേണ്ടി എഴുതിക്കൊടുക്കാനോ പാടില്ല. എപ്പോഴും ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് വേണം. ഹോംവർക്ക് ഒരു ഭാരമായിട്ടോ ശിക്ഷയായിട്ടോ കാണരുത്. പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള അവസരമായിട്ട് കാണണം. ഇനി കുട്ടിക്ക് സ്ഥിരമായി ഹോംവർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തീർച്ചയായും ടീച്ചറുമായി സംസാരിക്കണം. ആ ഒരു കമ്മ്യൂണിക്കേഷൻ വളരെ പ്രധാനമാണ്. ഹോംവർക്ക് പോലെ തന്നെ ഈ ദിനചര്യകൾ, റുട്ടീൻസ്, അതിനും പ്രാധാന്യമുണ്ടല്ലോ ഈ പ്രായത്തിൽ. ഉണ്ട്, വളരെയധികം പ്രാധാന്യമുണ്ട്. VIC ഗൗ, ഹെൽപ്പിംഗ് ഹാൻഡ് പോലുള്ള സോഴ്സുകളൊക്കെ പറയുന്നത് ഒരു പ്രെഡിക്റ്റബിളായിട്ടുള്ള റുട്ടീൻ കുട്ടികൾക്കൊരു സുരക്ഷിതത്വ ബോധം കൊടുക്കുമെന്നാണ്. രാവിലെ എഴുന്നേൽക്കുന്നത് തൊട്ട് രാത്രി ഉറങ്ങുന്നതുവരെ ഒരു ക്രമമുണ്ടാവുന്നത് നല്ലതാണ്. അതായത് കൃത്യസമയത്ത് ഭക്ഷണം, കളി, പഠിത്തം, ഉറക്കം, അങ്ങനെയൊരു ഓർഡർ. അതെ. അപ്പോ അവർക്കറിയാം ഇനി എന്താണ് നടക്കാൻ പോകുന്നതെന്ന്. അതൊരു തരം കൺട്രോൾ അവർക്ക് ഫീൽ ചെയ്യും. അത് ആത്മവിശ്വാസം കൂട്ടും. പിന്നെ സ്വന്തമായി കാര്യങ്ങൾ ചെയ്യാൻ പഠിക്കുകയും ചെയ്യും. രാവിലെ എഴുന്നേറ്റ് പല്ല് തേച്ച് കുളിച്ച് റെഡിയാവുക, അതൊക്കെ റുട്ടീനിന്റെ ഭാഗമായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഓർമ്മിപ്പിക്കേണ്ടി വരില്ല. ശരിയാണ്. ഇനി കുറച്ചുകൂടി പല രക്ഷിതാക്കൾക്കും ടെൻഷനുള്ളൊരു വിഷയത്തിലേക്ക് വരാം. പിയർ പ്രഷർ, സമപ്രായക്കാരുടെ സമ്മർദ്ദം. ഈ പ്രായത്തിൽ കൂട്ടുകാരുടെ സ്വാധീനം ഭയങ്കരമായിട്ട് കൂടുമല്ലോ. അതെ അതെ, വളരെ പ്രധാനപ്പെട്ടൊരു വിഷയമാണിത്. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് പിയർ പ്രഷർ എന്ന്. കൂട്ടുകാരുടെ ഇടയിൽ ഒരു അംഗീകാരം കിട്ടാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അവരെ പേടിച്ചിട്ടോ ചിലപ്പോൾ സ്വന്തം ഇഷ്ടത്തിന് വിരുദ്ധമായിട്ട് ചില കാര്യങ്ങൾ ചെയ്യാൻ തോന്നുന്നൊരു സമ്മർദ്ദം, അതാണ് പിയർ പ്രഷർ. ഇത് എപ്പോഴും മോശം കാര്യത്തിന് വേണ്ടി മാത്രമാവില്ല കേട്ടോ. ആണോ? പിയർ പ്രഷർ നല്ലതുമാവാം. പോസിറ്റീവ് പിയർ പ്രഷർ എന്ന് പറയും. ഇപ്പോ കൂട്ടുകാരെല്ലാം നന്നായി പഠിക്കുന്നു, അപ്പോ എനിക്കും പഠിക്കണം എന്ന് തോന്നുന്നത്, അല്ലെങ്കിൽ സ്പോർട്സിൽ പങ്കെടുക്കാൻ കൂട്ടുകാർ നിർബന്ധിക്കുന്നത്, അതൊക്കെ നല്ല കാര്യങ്ങളാവാം. ശരിയാണ്. പക്ഷേ നമ്മൾ കൂടുതലും പേടിക്കുന്നത് നെഗറ്റീവ് പിയർ പ്രഷറിനെയാണ്. മറ്റുള്ളവരെ കളിയാക്കുക, റൂൾസ് തെറ്റിക്കുക, അല്ലെങ്കിൽ ഈ സിഗരറ്റ് വലി, മോഷണം പോലുള്ള അപകടം പിടിച്ച കാര്യങ്ങളിലേക്ക് പോകാൻ കൂട്ടുകാർ നിർബന്ധിക്കുന്നത്. എന്തുകൊണ്ടാണ് കുട്ടികൾ, പ്രത്യേകിച്ച് ഈ പ്രായത്തിലുള്ളവർ, ഇതിന് പെട്ടെന്ന് വഴങ്ങിപ്പോകുന്നത്? പ്രധാന കാരണം ഈ പ്രായത്തിൽ അവർക്ക് കുടുംബത്തിനേക്കാൾ ചിലപ്പോൾ കൂട്ടുകാരുടെ അഭിപ്രായങ്ങൾക്കും അംഗീകാരത്തിനുമായിരിക്കും വില കൂടുതൽ. ആ ഒരു ഗ്രൂപ്പിൽ നിന്ന് പുറത്താവുമോ ഒറ്റപ്പെട്ടു പോകുമോ എന്നൊക്കെയുള്ള പേടി അവർക്ക് നല്ലതുപോലെ ഉണ്ടാകും. പിന്നെ സ്വന്തമായിട്ട് നോ പറയാനുള്ള ഒരു ധൈര്യവും കഴിവും അത്രയ്ക്ക് ഡെവലപ്പായിട്ടുണ്ടാവില്ല.
അപ്പൊ അതിനെ നേരിടാൻ നമ്മൾ അവരെ എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത്? വേണ്ട എന്ന് പറയേണ്ടിടത്ത് അത് പറയാൻ പഠിപ്പിക്കണം, അല്ലേ? തീർച്ചയായും. അതിന് കുറച്ച് വഴികളുണ്ട്. ഒന്ന്, ഇത്തരം സിറ്റുവേഷൻസ് മുൻകൂട്ടി കണ്ട് അവരുമായി സംസാരിക്കുക. ഇപ്പോ നിന്റെ ഫ്രണ്ട്സ് ആരെങ്കിലും സിഗരറ്റ് വലിക്കാൻ വിളിച്ചാൽ നീ എന്തു ചെയ്യും എന്ന് ചോദിക്കുക. എന്നിട്ട് അതിനെ എങ്ങനെ നേരിടാമെന്ന് ഒരുമിച്ച് ആലോചിക്കുക. നോ പറയാൻ തന്നെ പല രീതികളുണ്ട്. നേരിട്ട് ഇല്ല, എനിക്ക് താല്പര്യമില്ല എന്ന് ഉറപ്പിച്ചു പറയാം. അല്ലെങ്കിൽ ഒരു കാരണം പറയാം. അയ്യോ, വീട്ടിലറിഞ്ഞാൽ പ്രശ്നമാകും. അല്ലെങ്കിൽ വിഷയം മാറ്റാൻ നോക്കാം. അതിവിടെ നിൽക്കട്ടെ, നമ്മ ഫുട്ബോൾ കളിക്കാൻ പോയാലോ? ചിലപ്പോൾ ഒരു തമാശ പറഞ്ഞൊഴിയാം. അതൊന്നും പറ്റിയില്ലെങ്കിൽ ആ സ്ഥലം വിട്ടു പോരുക. എന്തെങ്കിലും അപകടം പിടിച്ച സാഹചര്യമാണെങ്കിൽ അവിടെ നിന്ന് രക്ഷപ്പെടാൻ ഒരു കോഡ് വോക്കൊക്കെ ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് ചിലർ പറയാറുണ്ട്. അതെത്രത്തോളം പ്രായോഗികമാണ്? അത് വളരെ നല്ലൊരു ഐഡിയ ആണ്. നിങ്ങൾക്കും കുട്ടിക്കും മാത്രം അറിയാവുന്ന ഒരു വാക്ക്, ഒരു രഹസ്യക്കോഡ്. കുട്ടിക്ക് എപ്പോഴെങ്കിലും ഒരു അൺസേഫ് സിറ്റുവേഷൻ തോന്നിയാൽ ആ വാക്ക് നിങ്ങളെ ഫോണിൽ വിളിച്ചോ മെസ്സേജ് അയച്ചോ അറിയിക്കാം. എന്നിട്ടോ? അത് കിട്ടിയാൽ നിങ്ങൾ ഉടനെ അവിടെ എത്തി അവരെ കൂട്ടിക്കൊണ്ടുവരിക. എന്തിനാ വിളിച്ചത്, എന്താ സംഭവിച്ചതെന്നും അപ്പ ചോദിക്കരുത്. പിന്നീട് സൗകര്യമായി സംസാരിക്കാം. ഇത് കുട്ടികൾക്ക് വലിയൊരു ധൈര്യം കൊടുക്കും. എന്ത് പ്രശ്നം വന്നാലും എന്റെ അച്ഛനമ്മമാർ വരും എന്നൊരു ഉറപ്പ്. നല്ല കൂട്ടുകാരെ തിരഞ്ഞെടുക്കേണ്ടതിന്റെ പ്രാധാന്യം അവരെ പറഞ്ഞ് മനസ്സിലാക്കിക്കുന്നതും പ്രധാനമാണ്, അല്ലേ? വളരെ പ്രധാനം. നല്ല ശീലങ്ങളും ചിന്തകളുമുള്ള കൂട്ടുകാരെ കണ്ടെത്താൻ അവരെ പ്രോത്സാഹിപ്പിക്കുക. പക്ഷേ ഇതിലെല്ലാം ഏറ്റവും പ്രധാനം കുട്ടിയുടെ ആത്മാഭിമാനം തന്നെയാണ്, സെൽഫ് എസ്റ്റീം. ഓ, നമ്മൾ നേരത്തെ സംസാരിച്ചത്. അതെ. സ്വയം മതിപ്പുള്ള, സ്വന്തം തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാൻ ധൈര്യമുള്ള കുട്ടികൾക്ക് ഈ പുറത്തുനിന്നുള്ള സമ്മർദ്ദങ്ങളെ അതിജീവിക്കാൻ എളുപ്പമായിരിക്കും. അവിടെയാണ് ആ ഊഷ്മളമായ കുടുംബബന്ധവും നമ്മൾ കൊടുക്കുന്ന പിന്തുണയുമൊക്കെ ഏറ്റവും പ്രധാനമാകുന്നത്. പിന്നെ ഈ ഓൺലൈൻ ലോകം, അവിടെയും ഇതുപോലുള്ള പ്രഷറും ബുദ്ധിമുട്ടുകളുമൊക്കെ ഉണ്ടല്ലോ. സൈബർ ബുള്ളിയിങ് പോലുള്ളവ, അതും ശ്രദ്ധിക്കേണ്ടതല്ലേ? തീർച്ചയായും. ഇന്നത്തെ കാലത്തത് പറയാതിരിക്കാൻ പറ്റില്ല. ഓൺലൈൻ സുരക്ഷയെക്കുറിച്ച് കുട്ടികളുമായി തുറന്ന് സംസാരിക്കണം. ആരുമായിട്ടാണ് ഓൺലൈനിൽ സംസാരിക്കുന്നത്, എന്ത് വിവരങ്ങളാണ് ഷെയർ ചെയ്യുന്നത്, എന്തൊക്കെ ഷെയർ ചെയ്യാൻ പാടില്ല, ഏതെങ്കിലും തരത്തിലുള്ള ഭീഷണിയോ ബുദ്ധിമുട്ടോ ഓൺലൈനിൽ ഉണ്ടായാൽ എന്ത് ചെയ്യണം എന്നതിനെക്കുറിച്ചൊക്കെ വ്യക്തമായ ധാരണ കൊടുക്കണം. എന്ത് പ്രശ്നമുണ്ടായാലും നിങ്ങളോട് വന്ന് പറയാം എന്നൊരു ഉറപ്പും കൊടുക്കണം. അതെ, അത് വളരെ പ്രധാനമാണ്. ഭയമില്ലാതെ നിങ്ങളോട് വന്ന് പറയാനുള്ളൊരു സ്പേസ് ഉണ്ടാക്കിയെടുക്കണം. സാമൂഹിക കഴിവുകൾ, ഉത്തരവാദിത്ത ബോധം, ആത്മാഭിമാനം, ഇതൊക്കെ വളർത്തേണ്ടതിനെക്കുറിച്ച്, പിന്നെ ഈ ഹോംവർക്ക്, ദിനചര്യ, പിയോ പ്രഷർ പോലുള്ള വെല്ലുവിളികളെ എങ്ങനെ നേരിടാം എന്നതിനെക്കുറിച്ചുമൊക്കെ. അതെ, ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കുട്ടികൾക്ക് സന്തോഷത്തോടെയും ആത്മവിശ്വാസത്തോടെയും വളരാൻ പറ്റിയ ഒരു നല്ല സാഹചര്യം വീട്ടിലുണ്ടാക്കാൻ നിങ്ങളെ സഹായിക്കുമെന്ന് കരുതുന്നു. രക്ഷിതാവ് എന്ന നിലയിൽ നിങ്ങളുടെ പങ്ക് വളരെ വലുതാണ്. അപ്പോൾ ഈ അറിവുകളൊക്കെ വെച്ച് കൂടുതൽ സ്നേഹത്തോടെയും ക്ഷമയോടെയും അവരെ നയിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. ഞാൻ അവസാനിപ്പിക്കുന്നതിന് മുൻപ് ഒരു ചിന്ത കൂടി പങ്കുവച്ചോട്ടെ. റെഡിറ്റിലെ ഒരു ചർച്ചയിൽ കണ്ടതാണ്. ആലിസൺ ഗോപ്നിക് എന്ന ആളുടെ ദി ഗാർഡനർ ആൻഡ് ദി കാർപ്പൻറ്റർ, അതായത് തോട്ടക്കാരനും മരപ്പണിക്കാരനും. ആ ഒരു പുസ്തകത്തിലൊരു ഐഡിയ ആണ്. നമ്മൾ കുട്ടികളെ എങ്ങനെയാണ് സമീപിക്കുന്നത് എന്ന് ചിന്തിക്കാൻ നല്ലൊരു കാര്യമാണത്. ഓ, അതെന്താണ്? അതായത് നമ്മളൊരു മരപ്പണിക്കാരനെ പോലെയാണോ കുട്ടികളെ കാണുന്നത്? മനസ്സിലൊരു ഫൈനൽ പ്രോഡക്റ്റ്, ഒരു ഡോക്ടർ അല്ലെങ്കിൽ ഒരു എഞ്ചിനീയർ അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന മറ്റെന്തെങ്കിലും വെച്ചിട്ട് അതിലേക്ക് കുട്ടിയെ ചെത്തിമിനുക്കി എടുക്കാൻ ശ്രമിക്കുകയാണോ? അവരുടെ താൽപ്പര്യങ്ങളെയും കഴിവുകളെയും നമ്മുടെ ആ ഒരു ലക്ഷ്യത്തിലേക്ക് വേണ്ടി മാറ്റിയെടുക്കാൻ ശ്രമിക്കുകയാണോ? അല്ലെങ്കിൽ നമ്മളൊരു തോട്ടക്കാരനെ പോലെയാണോ? ഒരു തോട്ടക്കാരൻ എന്താ ചെയ്യുക? ഓരോ ചെടിക്കും അതിൻ്റേതായ സ്വഭാവമുണ്ട്. റോസാ ചെടിക്ക് വേണ്ട വെള്ളവും വളവുമല്ല ഓർക്കിഡിന് വേണ്ടത്. തോട്ടക്കാരൻ ചെടിയെ പിടിച്ചു വലിക്കുകയല്ല ചെയ്യുന്നത്. മറിച്ച് ആ ചെടിക്ക് ഏറ്റവും നന്നായി തഴച്ചു വളരാൻ വേണ്ട സാഹചര്യം ഒരുക്കുകയാണ്. നല്ല മണ്ണ്, ആവശ്യത്തിന് വെള്ളം, വളം, സൂര്യപ്രകാശം, സംരക്ഷണം. അതായത് ആ ചെടിക്ക് വളരാൻ വേണ്ട ഒരു ഇക്കോസിസ്റ്റം ഉണ്ടാക്കി കൊടുക്കുന്നു. കൊള്ളാം, നല്ലൊരു താരതമ്യമാണല്ലോ. അപ്പോ നമ്മൾ കുട്ടിയെ ഒരു പ്രത്യേക രീതിയിൽ വാർത്തെടുക്കാൻ ശ്രമിക്കുന്നതിന് പകരം അവർക്ക് സ്വയം വളരാനും വികസിക്കാനുമുള്ള ഏറ്റവും നല്ല സാഹചര്യം ഒരുക്കുക എന്നതാണോ വേണ്ടത്? അതെ, ആ ഒരു ചിന്ത. ഇനി നമ്മൾ സംസാരിച്ച കാര്യങ്ങളില്ലേ, ഊഷ്മളമായ ബന്ധം, കഴിവുകൾ വളർത്താനുള്ള പ്രോത്സാഹനം, വെല്ലുവിളികൾ നേരിടാനുള്ള സപ്പോർട്ട്, ഇതൊക്കെ ആ തോട്ടം ഒരുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കാണാം.
നിങ്ങളുടെ കുട്ടിക്ക് അവരുടെ തനതായ കഴിവുകളും വ്യക്തിത്വവും ഏറ്റവും ഭംഗിയായി വിരിയിച്ചെടുക്കാൻ പറ്റുന്ന ആ ഒരു നല്ല പരിസ്ഥിതി എങ്ങനെ ഒരുക്കാമെന്നാലോചിക്കുന്നത് ഒരുപക്ഷെ നമ്മുടെ എല്ലാം പാരന്റിംഗ് രീതിയെക്കുറിച്ച് പുതിയൊരു കാഴ്ചപ്പാട് നൽകിയേക്കും.